അമ്മ പറഞ്ഞ പോലെ തന്നെ അവനവന്റെ ഇതിൽ വരണം ഒരു പെയിൻ അറിയണമെങ്കിൽ. അതുവരെ ആ പെയിന് എല്ലാവർക്കും അറിയാൻ പറ്റൂല. ഇപ്പുറത്തെ ആളെ ഉപദേശിക്കാൻ വലിയ എളുപ്പമാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം അങ്ങനെ വരണ അമ്മമാരുണ്ട്. അവരെ നമ്മൾ പതുക്കെ പതുക്കെ അവരെ നോർമലി മൈൻഡിലേക്ക് കൊണ്ടുവരണം. അല്ലാതെ നമ്മൾ അവരെ ഉപദേശിക്കാനല്ല പോകേണ്ടത്. അവർ പറയണതും കരയണതും എല്ലാം നമ്മൾ കേൾക്കണം. ഒരിക്കലും ഒരമ്മയും, ഞാൻ ഉൾപ്പെടെ ഒരമ്മയും നമ്മളെ മക്കൾ ഇവിടെ നിന്ന് വിട്ടുപോയെന്ന് സമ്മതിക്കൂല. അതാണ് ഒന്നാമത്തെ ഇത്. അത് സമ്മതിക്കൂല. പിന്നെ ഇപ്പം നമ്മൾ എല്ലാം സോഷ്യൽ മീഡിയയും. അപ്പം നമ്മൾ ആ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നു. ഇതിനു മുമ്പും അമ്മമാരില്ലേ? അവർ ചിലപ്പം ചില മക്കളെ ഫോട്ടോ പോലും എടുക്കാൻ പറ്റാത്ത അമ്മമാരുണ്ട്. അതിലൊക്കെ എൻ്റെ അടുത്ത് സങ്കടം എന്ന് പറയണ ഒത്തിരി അമ്മമാരുണ്ട്. ഇപ്പം നമുക്ക് വീഡിയോസും ഫോട്ടോസും ഒക്കെ ഉണ്ട്. അപ്പം എപ്പോഴും മനുഷ്യ എങ്ങനെയാണെന്നറിയാമോ? ഇപ്പം ഞാനായാലും എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളല്ല ഞാൻ നോക്കണത്. മനസ്സിലായ? എനിക്ക് കിട്ടിയ സങ്കടങ്ങളാണ് എപ്പോഴും പെരുപ്പിച്ച് പറഞ്ഞുകൊണ്ടിരിക്കണം. അങ്ങനെയല്ല ജീവിതം, അങ്ങനെയല്ല. നമുക്ക് ഒരുപാട് അനുഗ്രഹം ഭഗവാൻ തന്നിട്ടുണ്ട്. എൻ്റെ ഗ്രൂപ്പിൽ ഒരേ ഒരു മക്കളുള്ള എത്രയോ അമ്മമാരുണ്ട്. ആ മക്കൾ മരിച്ചു പോയിട്ടിരിക്കണം. എത്ര മക്കൾ ക്യാൻസർ വന്നിട്ടും. അല്ല, ഒരു മോനാണെങ്കിൽ ബീന എന്നാ അവളെ പേര്, കൊല്ലത്തുള്ളതാ. മോൻ പഠിക്കാൻ തലേദിവസം അമ്മയ്ക്ക് ഉമ്മയൊക്കെ കൊടുത്തിട്ട് പോയി കിടക്കുക. പിറ്റേന്ന് രാവിലെ അവള് പഠിക്കാൻ വേണ്ടി ചെന്ന് വിളിച്ചപ്പോൾ ആള് പോയി. അപ്പോൾ ഒരേ ഒരു മോനാണുള്ളത്. ആ അമ്മമാരും ഒക്കെ ജീവിച്ചിരിക്കുകയാണ് നമ്മളെ ആ ഒരു ഇതിൽ. അപ്പം അതൊക്കെയാണ് നമ്മളെ പോസിറ്റീവ്. മനസ്സിലായ? നമ്മളെ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ അതൊക്കെയാണ് കാണാൻ. അല്ലാതെ അപ്പോഴും ഞാൻ വിചാരിക്കണേ എനിക്ക് 2 മക്കളുണ്ടല്ലോ കാണാൻ. അപ്പോഴും ആ അമ്മമാരാ. അപ്പം അവർക്കായിരിക്കണം നമ്മൾ ഏറ്റവും കൂടുതൽ കെയർ കൊടുക്കാനുള്ളതും. അങ്ങനെ ആയിരിക്കണം. സംസാരിച്ചതിൽ ഞാൻ സാധാരണ ഇൻ്റർവ്യൂവിലൊക്കെ ഭയങ്കര ഇമോഷണൽ ആവാറുണ്ട് എപ്പോഴും. പക്ഷെ അമ്മ ഇത്രയും സ്ട്രോങ് ആയിട്ട് പറയുമ്പോൾ ഞാൻ തന്നെ ഇമോഷനോട് നിൽക്കവിടെ. പക്ഷെ നമുക്കറിയാം, നമ്മൾ അമ്മ പറഞ്ഞ പോലെ തന്നെ സ്ഥലവും സാഹചര്യവും മാറുന്നുള്ളൂ. മനസ്സിലായ? അമ്മ അനുഭവിച്ച വേദന ഞാൻ വർഷങ്ങൾക്ക് മുന്നേ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് ആ വേദന അമ്മ പറയുമ്പോ തന്നെ ഹോസ്പിറ്റലൊക്കെ എന്റെ കൺമുന്നിൽ തെളിഞ്ഞു വരും. ഞാൻ അവിടെ പോയതും ഞങ്ങൾ അനുഭവിച്ചതും വേദന അനുഭവിച്ചതൊക്കെ നമുക്ക് മനസ്സിലാവും. അപ്പൊ നമ്മൾ അപ്പോഴും പെട്ടെന്ന് അങ്ങ് അമ്മ മാറി അവിടെ ഞാനാകുന്നു, കരയുന്നു. അതാണ് എൻ്റെ ഒരു, ഞാൻ ഓട്ടോമാറ്റിക്കലി അങ്ങനെയാണ്. പക്ഷെ ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, അമ്മയോടൊക്കെ സംസാരിക്കുമ്പോൾ തന്നെയാണ് ശരിയാണ്, നമുക്കതിൽ നിൽക്കാൻ പറ്റത്തില്ല. പക്ഷെ അമ്മ പറഞ്ഞ പോലെ നന്ദു പോയെന്ന് അമ്മയെ സമ്മതിക്കാത്ത പോലെ ഞാൻ എൻ്റെ അച്ഛൻ പോയെന്ന് ഞാനിപ്പോൾ സമ്മതിച്ചിട്ടില്ല. അച്ഛനും ക്യാൻസർ തന്നെ വന്നിട്ടാ മരിച്ചത്. അതാണ്. അപ്പൊ ഇപ്പോഴും അങ്ങനെ സമ്മതിച്ചിട്ടേ ഇല്ല ഒരാളോട്. അങ്ങനെ സമ്മതിക്കാനും പറ്റൂല. അതാണ് അതിൻ്റെ ഒരു സത്യം. അതല്ലേ നമ്മൾ സത്യം ഒന്ന് ചിന്തിച്ചു നോക്കണം. നമ്മൾ ഈ ഭൂമിയിൽ അച്ഛൻ, അമ്മ, മക്കള് അല്ലെങ്കിൽ അമ്മാമ്മ അങ്ങനെ വന്ന് ഒരു കുടുംബത്തിൽ ജനിച്ച് അത് ചുമ്മാ വന്ന് ജനിക്കണേ അല്ല. മനസ്സിലായ? അത് പലരും പല ഇതിലും പറയും. പക്ഷെ നമ്മൾ അതല്ല അതിൻ്റെ സത്യം. നമ്മൾ ആത്മാക്കളെന്ന് നമ്മളിങ്ങനെ പറയുമല്ലോ, മരിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ അത് ആത്മാവാണ്. അപ്പം ആ ആത്മാവെന്ന് പറഞ്ഞാൽ അതിനും എല്ലാം ഒരേ തലങ്ങളുണ്ട്. ഇപ്പം ശരണ്യയുടെ അമ്മ ശരണ്യെ പ്രസവിക്കണമെങ്കിൽ ശരണ്യ എന്ന് പറയുന്ന ഒരു ആത്മാവിനുമായിട്ട് ബന്ധവും അല്ലെങ്കിൽ ആ ഒരു തലത്തിൽ നിൽക്കണതും ആയതുകൊണ്ടാണ് ശരണ്യെ അവർക്ക് കിട്ടിയത്. അതേപോലെയാണ് ഒരേ അമ്മമാരും. മനസ്സിലായ? ഒരേ തലമുണ്ട്. അപ്പൊ ആ തലം എങ്ങനെ നിശ്ചയിച്ചിരിക്കണം എന്ന് വെച്ചാൽ നമ്മുടെ ഭൂമിയിൽ നമ്മളെ പ്രവൃത്തി കൊണ്ടാണ് അത് നിശ്ചയിക്കുന്നത്. അല്ലാതെ ഈശ്വരൻ ഇതിൽ ഒന്നിലും നമ്മളെ മക്കൾ മരിച്ചു പോയാലോ അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ നടന്ന് വേദന അനുഭവിക്കണേലോ സങ്കടം അനുഭവിക്കണേലൊന്നും ഈശ്വരൻ യാതൊരു പങ്കുമില്ല. നമ്മൾ വെറുതെ ഈശ്വരൻ ഒന്നും പറയൂലല്ലോ നമ്മൾ എന്ത് പറഞ്ഞാലും. അതുകൊണ്ട് നമ്മളങ്ങനെ ഈശ്വരനെ കുറ്റം പറയണേണ്. യഥാർത്ഥത്തിൽ ഈശ്വരനെ അല്ല കുറ്റം പറയാനുള്ള, നമ്മളാണ് ഈ പ്രശ്നം. നമ്മളെ കാഴ്ചപ്പാടും നമ്മളെ ജീവിത രീതി മാറ്റുക എന്നുള്ളതാണ്. മനസ്സിലായി? നമ്മൾ മനസ്സിലൊന്ന് ചിന്തിക്കുമ്പോഴേ അത് ഈ പ്രപഞ്ചം അറിയും. ആ ചിന്ത തന്നെയായിരിക്കും നമുക്ക് തിരിച്ച് പ്രപഞ്ചം തരണത്, ഈ ശക്തി നമുക്ക് തരണത്. അപ്പൊ നമ്മൾ നല്ലത് ചിന്തിക്കണം. നല്ല പോസിറ്റീവ് ചിന്തിച്ചാൽ അത്രയും പോസിറ്റീവ്. ഉറപ്പായിട്ടും അതാണ് നമുക്ക്. നമ്മൾ എന്ത് ചെയ്യുന്നോ അതേ നമുക്ക് തിരിച്ചു കിട്ടുള്ളൂ. അല്ലാത്ത ഒന്നും നമുക്ക് തിരിച്ചു കിട്ടൂല. അതേപോലെ നന്ദു ഇപ്പം പോയി. പക്ഷെ ഞാൻ അതിന്റെ പോസിറ്റീവ് വശമാണ് ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത്. കാരണം 27 വയസ്സ് വരെ എൻ്റെ നാട്ടിൽ ഒത്തിരി പേര് ജീവിച്ചിരിപ്പുണ്ട്. അതായത് 90 എൻ്റെ അമ്മാമ്മ മരിച്ച 90 വയസ്സിലാണ്. അതേപോലെ 100 വയസ്സായവരും ഉണ്ട്, ഒരുപാട് പേരുണ്ട്. പക്ഷെ നന്ദുവിനെ പോലെ ആരും അറിയപ്പെട്ടില്ലല്ലോ. മാത്രമല്ല ആർക്കൊരു ഉപകാരപ്പെട്ടില്ല. അപ്പൊ നന്ദു എന്ന് പറഞ്ഞ വ്യക്തി 27 വയസ്സ് വരെ ഇരുന്നോളുമെങ്കിലും അവൻ അതുവരെ ജീവിച്ചത് എങ്ങനെയെന്നാണ് നമ്മൾ ഒരു മനുഷ്യൻ, അതായത് വേറുള്ള മനുഷ്യരെ ഹൃദയത്തിൽ ഇന്നും ജീവിച്ചിരിക്കുക എന്ന് പറയണതാണ് ഏറ്റവും വലിയൊരു മനുഷ്യന്റെ പോസിറ്റീവ്.
അവൻ്റെ ഒരു ഇത് അല്ല നമ്മൾ പറഞ്ഞ് ചെയ്യിപ്പിക്കണതല്ല, അവർക്ക് സ്വന്തമായിട്ട് തോന്നണം. നന്ദുവിൻ്റെ ഒരു ഓർമ്മ ദിവസമോ നന്ദുവിൻ്റെ ഒരു പിറന്നാൾ ദിവസമോ വരുമ്പം സോഷ്യൽ മീഡിയയിൽ ആയിരക്കണക്കിന് പോസ്റ്റാണ്. എനിക്ക് എൻ്റെ ഫ്രണ്ട്സ് ഇടുന്നതേ കാണാൻ പറ്റുള്ളൂ. അതേപോലെ എല്ലാവരും എനിക്ക് ഇവരിട്ടെന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് ഇത് ലിങ്ക് അയച്ചു തരും. അപ്പോഴും ഞാൻ അതേപോലെ ഞാൻ ചെയ്യാത്ത ഏതെല്ലാം സ്ഥലങ്ങൾ, ഇപ്പം കോട്ടയം മെഡിക്കൽ കോളേജ് ആയാലും കോഴിക്കോട് മെഡിക്കൽ കോളേജ്, ഈ സ്ഥലങ്ങളിലെല്ലാം അന്ന് ഭക്ഷണവും കാര്യങ്ങളും എല്ലാം ആരൊക്കെയോ ചെയ്യുന്നു, ഞാൻ അറിയുന്നില്ലത്. മനസ്സിലായ? അപ്പം അത് ഒരിക്കലും നന്ദു എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ മാത്രം ഇതാണ്. അവൻ ചെയ്തു വെച്ച കാര്യങ്ങളാണ്. അങ്ങനെ ഒരേ മനുഷ്യർ മാറിക്കഴിഞ്ഞാൽ എത്ര ഇതായിരിക്കും എന്ന് ആലോചിക്കണം. കാരണം ഞാൻ പറഞ്ഞില്ല, സോഷ്യൽ മീഡിയയിൽ കൂടെ ലാസ്റ്റിൽ നമ്മൾ പൈസ ചികിത്സയ്ക്ക് പൈസ ഇല്ലാഞ്ഞിട്ട് അവൻ തന്നെ ചോദിച്ചു, വേറെ ആരെയും കൊണ്ട് ചോദിച്ചില്ല. അപ്പം ആ പൈസ കറക്റ്റ് ആയപ്പം തന്നെ അവൻ അത് മതിയെന്ന് പറഞ്ഞു. ഈ സാധനം സ്പ്രെഡ് ആയെന്നറിഞ്ഞ ഉടനെ അവനുണ്ട് ഗ്രൂപ്പ്, വാട്സാപ്പ് ഗ്രൂപ്പൊക്കെ അവനും ഉണ്ട്. ആ ഗ്രൂപ്പിലുള്ള ക്യാൻസർ പേഷ്യൻറ്റിനെല്ലാം അവൻ വീതിച്ചു കൊടുത്തു, അതിന് അർഹതപ്പെട്ടവർക്ക്. മനസ്സിലായ? വിധിച്ചു കൊടുത്തു. പിന്നെ അതേപോലെ വീൽ ചെയറിൽ ഇരിക്കുന്നവർക്കും അങ്ങനെ ഇങ്ങനെ എല്ലാം അവൻ വിധിച്ചു കൊടുത്തു. ഒരിക്കലും അവൻ അതെങ്ങും ചെറുതായിട്ട് ഏതോ ഒരു ഇതിൽ പറഞ്ഞിട്ടുണ്ട്, അതല്ലാതെ അത് ഇന്നാർക്ക് കൊടുത്തു എന്നോ അല്ലെങ്കിൽ ഇങ്ങനെയാണ്, അതെല്ലാം ഇപ്പോഴും എല്ലാ കാര്യത്തിനും തെളിവില്ലേ. അപ്പം അങ്ങനെ ചെയ്തൊരു മകനാണ്. അവന് വേണമെങ്കിൽ നമുക്കൊരു വീട് വയ്ക്കാം, മാറ്റി വയ്ക്കാം, എന്തെല്ലാം ചെയ്യാം. പക്ഷെ അങ്ങനത്തെ ഒരു വ്യക്തിയല്ല. അതുകൊണ്ടാണ് ആ വ്യക്തി ഇന്നും ഇരിക്കണത്. ഞാനിപ്പം കുറേ കാര്യങ്ങൾ ചെയ്യണം, ഒത്തിരി കാര്യങ്ങൾ ചെയ്യണം, കുറേ പേരെ കാണാൻ പോകുന്നതും. പക്ഷെ അതൊന്നും വേറുള്ളവരുമായിട്ട് പങ്കുവയ്ക്കാനുള്ളതല്ല. മനസ്സിലായേ? അത് എൻ്റെ കടമയാണ്. എൻ്റെ മോൻ ചെയ്തു വെച്ചിരിക്കണ പാത ഞാൻ കൊണ്ടുപോകും, ഞാൻ ജീവിച്ചിരിക്കണം. അത് കഴിഞ്ഞിട്ടുള്ള കാര്യം എനിക്ക് പറയേണ്ട കാര്യമില്ല. അതുവരെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അത് ഞാൻ ചെയ്യുക എന്നുള്ളത് എൻ്റെ കടമയാണ്. അത് നാട്ടുകാരെ കാണിക്കാനല്ല. ഞാൻ ചിലപ്പോൾ അവരുമായിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ ഇടുമായിരിക്കും, പക്ഷെ ഞാൻ അവർക്ക് എന്ത് ചെയ്തു എന്നുള്ളത് ഒരിക്കലും പുറത്ത് പറയില്ല. അല്ലാണ്ട് അമ്മ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളെല്ലാം നന്ദുവിനെ, ഞാനടക്കമുള്ളവർ സോഷ്യൽ മീഡിയ വഴിയാണ് കണ്ടിട്ടുള്ളതെന്ന് വെച്ചാൽ അറിഞ്ഞിട്ടുള്ളതും കേട്ടിട്ടുള്ളതും. ഇന്നിപ്പം നന്ദു പറയുന്ന അതേ കാര്യങ്ങൾ അമ്മ ഏറ്റു പറയുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. എന്താണെങ്കിലും അമ്മ പറഞ്ഞ പോലെ തന്നെ നമ്മൾ നല്ലത് ചെയ്താൽ നല്ല പോസിറ്റീവായിട്ട്, എന്ന് വെച്ചാൽ മറ്റുള്ളവർ മോശം ചെയ്യുന്നതുകൊണ്ടെന്നല്ല, അത് നമുക്കിങ്ങനെ സ്പ്രെഡ് ചെയ്യും. അതെ. അപ്പം അമ്മയോട് സംസാരിക്കാൻ കഴിഞ്ഞതിലും കുറച്ച് നേരമെങ്കിലും നന്ദുവിൻ്റെ കുറച്ച് കാര്യം കേൾക്കാൻ ശ്രമിച്ചത് ഭയങ്കര സന്തോഷം അമ്മേ. ഞങ്ങളുടെ ചാനലിന് വേണ്ടിയിട്ട് സംസാരിച്ചതിന് വളരെയധികം സന്തോഷം. എനിക്ക് വളരെ സന്തോഷം. എനിക്ക് ഇത്രയെങ്കിലും ഒന്ന് പറയാൻ പറ്റണല്ലോ. നന്ദുവിന് വേണ്ടി മാത്രം ചോദിക്കുമ്പോൾ മാത്രമേ ഞാൻ അത് എന്തെങ്കിലും വരവ് കാണുമെന്നെങ്കിലും പറയുള്ളൂ. അതേപോലെ